ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോ ആണെന്നുള്ളത് കാര്യത്തിൽ വ്യക്തമാണ്. മരിക്കുന്നതിന് 2-3-4 ദിവസം ഞാൻ കുറെ പറഞ്ഞിട്ടുള്ള ദിവസം മുന്നേ ആള് പറഞ്ഞു 6 മാസത്തിനകം ഞാൻ വീട് വെക്കും. പല കലാകാരന്മാരെ സൂചിച്ചിട്ട് അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇഷ്ടത്തോടെ എന്നുള്ളത്. ഈ അടുത്തത്രത്തിൽ കണ്ട ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചോട്ടെ. വീഡിയോ ഞാനിപ്പോ കോഴിക്കോടാ. ഞാൻ ചെറിയ നമ്മുടെ ഷോ നാട്ടില് ചെറിയൊരു മാട്ടപരിപാടിയൊക്കെ ആയിട്ട് വന്നു. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് കേരളത്തിൽ ഇത്ര അപമാനിക്കപ്പെട്ട ഒരു പെണ്ണ് കേരളത്തിലില്ലെന്ന് അത്ര ചീത്തയായിരുന്നു. അതായത് അത്ര അപമാനിക്കപ്പെട്ട നികൃഷ്ട ജീവിയായിരുന്നു ഞാൻ സൂചിച്ചേട്ടൻ മരിച്ചുകൊണ്ടെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ എന്താ കുറ്റം ചെയ്യണത് എനിക്കറിയത്തില്ല. ഞാൻ റീൽ ചെയ്യുന്ന തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല അതെന്താണെന്ന്. എൻ്റെ മനസ്സിന്റെ സന്തോഷം. എൻ്റെ സുധിച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. ശരിക്കും അങ്ങനെ മരണശേഷം അല്ലെങ്കിൽ പുതിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും അങ്ങനെ വരുന്ന തരത്തിലും അങ്ങനെ ഒരു കോണ്ടാക്ട് ഉള്ളതാണ് ഇപ്പോഴും. ലക്ഷ്മി നക്ഷത്രം ചിന്നു, സുധിച്ചേട്ടൻ്റെ ചിന്നൂട്ടി. നമുക്ക് പെട്ടെന്ന് ഒരു പെർഫ്യൂം എന്ന രീതിയിലേക്ക് കേൾക്കുന്ന വാർത്ത കേൾക്കുന്നവർക്ക് ആദ്യം വരിക ഇതൊരു നല്ലൊരു സ്മെൽ ഫീൽ ചെയ്യാം എന്ന ചിന്തയാണ് ആദ്യം പോവുക. ദേഹത്തെ അടിക്കാന്നുള്ളത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നാണ്. വീഡിയോസ് കാണുമ്പോൾ സുധിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ മണമൊക്കെ കിട്ടും കേട്ടോ ആൾക്കാർ. അത് അത്ഭുതമാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഏട്ടനെ ഞാൻ കാണിച്ചു കൊടുത്തത് ഇങ്ങനെ കെയർ ചെയ്താ കുട്ടി കൊണ്ടുതന്നത് ഭയങ്കരമായിട്ട്. കാരണം അവിടുന്ന് കൊണ്ടുവന്നതല്ലേ. അപ്പൊ അതുപോലെ സുധിച്ചേട്ടനാണിത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഇത്രയും ഓർമ്മകൾ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അതിലെ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കിച്ചൂട്ടിന്റെ കയ്യിലാണ് തോന്നുന്നു. ഈ സെയിം തന്നെയാണ്. ആ സെയിം ഫോട്ടോ തന്നെയാണ്. ഞാൻ അതാ ചോദിക്കാൻ വന്നത്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നൗ ആൻഡ് ഫോർ എവർ. വീടെന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കാരം വരെ ജീവിച്ചിരിക്കുന്നത് അതിലേറെ ഭാഗ്യമുള്ള കാര്യം. എന്തോ മലയാളികളുടെ പ്രിയ കലാകാരൻ സൂചിച്ചേട്ടനെ ആ ഭാഗ്യം തുണച്ചില്ല എന്ന് വേണം പറയാൻ. ഇന്ന് സൂചിച്ചേട്ടൻ്റെ ആ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ പ്രിയപ്പെട്ട രേണു ചേച്ചിയും കിച്ചൂട്ടിനൊപ്പം ഇന്ന് സൂചിച്ചേട്ടനില്ല. ഇന്ന് പുതിയ വീട്ടിലാണ് ഇപ്പം നമ്മളുള്ളത്. ഒപ്പം ഉള്ളത് രേണു ചേച്ചിയും കിച്ചൂട്ടിനാണ്. നമസ്കാരം. എനിക്ക് തോന്നുന്നു സൂചിച്ചേട്ടൻ ഉണ്ടായിരുന്ന വേദികളിലൊക്കെ ഏറ്റവും പറഞ്ഞൊരു കാര്യം കൂടിയാണ് അല്ലെ ആ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എന്നുള്ളത്. എനിക്ക് പേഴ്സണൽ അത്രയും വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ്. എപ്പോഴെങ്കിലും ഒക്കെ സൂചിച്ചേട്ടനെ കണ്ട് സംസാരിക്കുന്ന അത്രമേൽ ആഗ്രഹിച്ചുള്ളതാണ്. പക്ഷെ ആ സൂചിച്ചേട്ടനോട് സംസാരിക്കുമ്പോൾ സൂചിച്ചേട്ടൻ ഇല്ലാതായി പോയി മാത്രം. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഇവിടെ വരുമ്പോൾ ആ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഉണ്ട്. കാരണം വരുന്ന സമയത്താണെങ്കിലും വീട്ടിലോട്ട് വരുമ്പോഴാണെങ്കിലും കയറി വരുമ്പോഴാണെങ്കിലും ഇവിടെ റൂമുകളിലാണെങ്കിലും ഈ ഫോട്ടോ ഫ്രെയിമുകൾ ഉണ്ട് എന്ന് മാത്രമല്ല എവിടേക്ക് ആ പ്രസൻസ് കൃത്യമായിട്ട് ഫീലിംഗ് ഉണ്ട് എന്നുള്ളത്. ശരിക്കും എപ്പം മുതലേ ശരിക്കും ഇങ്ങനൊരു സ്വപ്നത്തെ കുറിച്ചിട്ട് സംസാരിച്ചു തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? സുധിച്ചേട്ടന് ഞാനും ലൈഫ് തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് 6 വർഷം സംതിങ് ആയതേ ഉള്ളൂ. 6 വർഷം. ഇപ്പം ഏട്ടൻ മരിച്ചിട്ട് 1 വർഷമായി. ഇപ്പൊ എല്ലാം കൂടെ 7 വർഷം. അപ്പം അന്ന് തൊട്ടേ പറയുമായിരുന്നു നല്ലൊരു കൊച്ചു വീട് വേണം, നമ്മളെ ഡ്രീമാവും. വാവക്കുട്ടേന്നാണ് എന്നെ വിളിക്കുന്നത്. ഡ്രീമാണ്. അപ്പൊ അത് മരിക്കുന്നതിന് 2-3-4 ദിവസം ഞാൻ കുറെ പറഞ്ഞിട്ടുള്ള ദിവസം മുന്നേ ആള് പറഞ്ഞു 6 മാസത്തിനകം ഞാൻ വീട് വെക്കും, ഞാൻ അതിൽ താമസിക്കും, നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും വീട് എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. അതൊന്നും നമ്മൾ ഓർക്കണില്ലല്ലോ ഇങ്ങനെ പോകും എന്ന് അറിയത്തില്ല. അപ്പം ആളുടെ വീടെന്നൊരു ചെറിയ സ്വപ്നമല്ലായിരുന്നു, വളരെ വലിയൊരു സ്വപ്നമായിരുന്നു ആളുടെ വീട്. സാന്നിധ്യത്തിൽ പോലും ശരിക്കും വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോഴും എവിടേക്കും സന്തോഷത്തിനേക്കാൾ ഏറെ കുറെ വിവാദങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടി വന്നതെന്നുള്ളതാണ് അല്ലെ. സന്തോഷത്തിൽ വേറെ നമുക്ക് ഉദ്ദേശിക്കാത്ത രീതിയിലേക്കൊക്കെ അതിനെ വളച്ചു പിടിക്കേണ്ട കേൾക്കുന്നു. ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. എന്നാലും ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ പറയുന്ന പോലെ കേൾക്കുന്നു, അത് കേൾക്കുന്നു. ഞാനൊന്നും കാണാറുമില്ല. അബദ്ധത്തിൽ കണ്ടു കഴിയുമ്പോൾ ഞാൻ കമന്റ്സ് ആണ് ഏറ്റവും വലുത് കേട്ടോ. കമന്റ്സിലാണ് അത് നമ്മുടെ ദേഹത്തേക്കത്തില്ല. എവിടേക്കും ശരിക്കും ഇങ്ങനെയാവണം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ പ്രതികരിക്കുന്ന രീതി നമ്മൾ ജീവിക്കുന്ന രീതി ഒരു മുൻവിധികൾ ഉള്ളതാണോ ഇതിന് കാരണം തോന്നുന്നു? ആവാം. കാരണം ഒരു വിധവ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ നടക്കരുത്, ഇങ്ങനെ നടക്കരുത് എന്നൊക്കെയാണ് ഓരോ. എനിക്കറിയത്തില്ല, കാരണം ഈ കാലത്തിലും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സതി എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. കാരണം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിതയിൽ ചാടി വൈഫ് സൂയിസൈഡ് ചെയ്യണമെന്നൊക്കെയാണ് വർഷങ്ങൾക്ക് മുന്നേ. അത് നിർത്തലാക്കിയതാണ്. പിന്നെ എന്താണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് എനിക്കറിയില്ല എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സുധിച്ചേട്ടന് ഇഷ്ടമുള്ള പോലെയാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത് എടുക്കുന്നതല്ല. പിന്നെ
ഓരോ എനിക്കറിയില്ല റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചിലതൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ കുറ്റം ചെയ്യുന്നത് എനിക്കറിയില്ല. റീല് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. റീല് ചെയ്താൽ അത് ഭയങ്കര വലിയ കുറ്റമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ദാണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചില ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഓരോരുത്തരൊക്കെ പറയാം, എൻ്റെ രേണു ദാണ്ട് തൊട്ടേനെ പിടിച്ചെല്ലാം റീൽ ചെയ്യുവാണല്ലോ, ഇതെന്നെ അങ്ങനെ സുധിച്ചേട്ടനുള്ളപ്പോൾ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയം അറിയാലോ, അത് ബാനായ സമയം അറിയാലോ. അപ്പൊ ആ സമയത്തൊക്കെ ടിക്ടോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സുധിച്ചേട്ടനാണ് എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുക ആക്കട്ടെ. അപ്പൊ ഞാനത് ചെയ്യും. അത് കഴിഞ്ഞ് മെയ് 19 സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പൊ എനിക്ക് ഫോണിൽ ഇൻസ്റ്റാ ചെയ്തപ്പോഴത്തേന് എൻ്റെ ഫോണിൽ മാത്രം റീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ കിച്ചനോടൊക്കെ പറയായിരുന്നു, ഏട്ടാ എനിക്ക് മാത്രം റീൽ ചെയ്യാൻ പറ്റില്ല ഏട്ടനുള്ള സമയത്ത്. അപ്പൊ എന്നോട് നമ്മ ഇത് ഈ ഫോണിൽ സപ്പോർട്ടല്ല. അപ്പൊ മെയ് 19 സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഫോൺ മേടിച്ചു തന്നു. അത് കഴിഞ്ഞിട്ടാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മോന് മേടിച്ചു കൊടുത്തു. അതിന് മുന്നേ അന്ന് എനിക്ക് മേടിച്ചു തന്നപ്പോഴത്തേന് അതിൽ റീല് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സുധിച്ചേട്ടൻ പറഞ്ഞു, ആവട്ടെ ഇതിനകത്ത് റീല് അക്സെപ്റ്റ് ആണ്, നീ ചെയ്തോളാൻ പറഞ്ഞു. അന്ന് തൊട്ട് ആ മെയ് 19 ഫസ്റ്റ് റീല് ഞാൻ ഇടുന്നത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് റീല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഞാനിത് മാന്യം മര്യാദയ്ക്ക് വേഷം ഇട്ടൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ കുറ്റം കേൾക്കുക അത് എന്റെ മനസ്സിന്റെ ഹാപ്പിനെസ് ആണ്. പക്ഷെ എനിക്കറിയത്തില്ല എന്താ ഞാൻ ചെയ്യണം, ഞാൻ എന്താ കുറ്റം ചെയ്യണം എനിക്കറിയത്തില്ല. ഞാൻ റീൽ ചെയ്യുന്ന തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല അതെന്താണെന്ന്. എന്റെ മനസ്സിന്റെ സന്തോഷം. എന്റെ സുധിച്ചേട്ടൻ എന്റെ കൂടെ ഉണ്ട്. കാരണം സുധിച്ചേട്ടൻ മരിച്ചു പോയെന്ന് തന്നെ ആൾക്കാർ ഒരു ശവോടക്കിൽ പോകുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ശവോടക്കിൽ ചെല്ലുമ്പോഴാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ നോക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ മരിച്ചു എന്നുള്ള ഒരു ഇപ്പോഴും എനിക്ക് പറ്റുന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന മലയാളികളുണ്ട് സുധിച്ചേട്ടനെ. എപ്പോഴെങ്കിലും ഈ മരണശേഷം പ്രത്യേകിച്ച് വീട് വെക്കുന്ന സമയത്ത് ആ ഇഷ്ടത്തോട് വരുന്നവരുണ്ടോ, അങ്ങനെ വന്നിട്ടുണ്ടോ? ഒരുപാട് പേര് എവിടുന്നൊക്കെയോ ഇപ്പോഴും ഒരു മാസമായി, ഇന്ന് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞു നമ്മുടെ വീട്ടിലോട്ട് കയറിയിട്ട്. ഒരുപാട് ഏതൊക്കെ സ്ഥലത്തു നിന്നാണെന്നറിയില്ല, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നവർ ഒരുപാട്. എനിക്കൊന്ന് കുറ്റം പറയുന്ന കുറച്ചേ ഉള്ളൂ 1%. ബാക്കി കൂടുതലും നമ്മളെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും മാത്രമാണ്. ഒരുപാട് പേര് കാണാനൊക്കെ, വീടൊക്കെ കാണാൻ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ട് കേട്ടോ. ഇപ്പോഴും വരും, ഇന്നും വന്നായിരുന്നു കണ്ണൂരിൽ നിന്നൊക്കെ ഓരോരുത്തര് സുധിച്ചേട്ടന്റെ വീടൊന്ന് കാണാൻ. സംസാരിക്കാതെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരം വിവാദങ്ങളിൽ ഭയങ്കരമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു കിച്ചൂട്ടനെ ചേർത്ത് വെച്ചിട്ട്. ഒരുപക്ഷെ അടുത്ത് ഇപ്പോ സുധിച്ചേട്ടന്റെ പേരിലുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സമയത്ത് രേണു ചേച്ചിയും കിച്ചൂട്ടനും ഋതപ്പനും പോലെ ഒരുമിച്ച് വീട് എന്നുള്ളത് കിച്ചൂട്ടനും കൂടി അവകാശപ്പെട്ടതാണോ, അല്ലെങ്കിൽ കിച്ചൂട്ടൻ ഇവിടെ ഇല്ലേ എന്നുള്ള ചോദ്യം പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ കുറെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ആ ചോദ്യങ്ങളോടുള്ള ഒരു പ്രതികരണം? എന്താ പ്രതികരണമല്ല, ഞാനിപ്പോൾ ഇവിടെ നിൽക്കാത്ത ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ പഠിത്തവും കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കൊല്ലത്താണ്. ആ ഡാരീന ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ചെയ്യുന്നു. ശരിക്കും വീടെന്ന് പണിയെന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും പണിയുള്ള ഉദ്ദേശം എന്തായിരുന്നു? ശരിക്കും എന്റെ നാട് കോട്ടയമാണ്. സുധിച്ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, സുധിച്ചേട്ടൻ ഞാനും രജിസ്റ്റർ മാരേജ് ചെയ്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയത് 7 വർഷമായി. 7 വർഷമായിട്ട് ഏട്ടനും മരിക്കുന്നോളം വരെ ഇവിടെ തന്നെ ആയിരുന്നു. അങ്ങനെയാണ് ഇവിടെ അവരപ്പോൾ അന്ന് ചോദിച്ചു എവിടെയാണ് പണിയുന്നത്. അപ്പം നമ്മൾ കിച്ചുവിനോടും എന്നോടും അഭിപ്രായം ചോദിച്ചപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം തന്നത് തിരുമേനിയാണ്. അപ്പം ഈ കോട്ടയത്ത് തന്നെ പണിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആയതുകൊണ്ട് അങ്ങനെ സുധിച്ചേട്ടൻ ഇവിടെയാണ് മരിച്ച് അടക്കപ്പെട്ടത്, ഇവിടെ അടുത്താണ്. നമുക്ക് വീടില്ലെന്ന് എല്ലാവർക്കും അന്ന് ആർക്കും അറിയില്ലായിരുന്നു. സത്യം സുധിച്ചേട്ടൻ ആരെ അറിയിച്ചിട്ടില്ലെന്ന്, ഒരു വിഷമങ്ങളും അറിയിക്കത്തില്ല, നമ്മളെപ്പോലും അറിയിക്കത്തില്ല. അപ്പം ആൾക്ക് വീടില്ലെന്ന് മരണശേഷമാണ് നമ്മൾ വാടക വീട്ടിലാണ് അത്രയും അവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പം ഫ്ലവേഴ്സും 24 നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് വീട് തരാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് KHDC പറഞ്ഞ് ഞങ്ങളും ഒപ്പം കൂടി ഞങ്ങൾ വീട് തന്നോളാം എന്ന് പറഞ്ഞ് KHDC ഫിറോസിക്കാട് നേതൃത്വത്തിൽ അവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ഫ്ലവേഴ്സിൽ കല്ലിടാൻ എല്ലാവരും ഉണ്ടായിരുന്നു. കല്ലിടയിൽ എല്ലാവരും കൂടെ കൂടി ചേർന്ന്, അതുപോലെ മാസംഘടനയുണ്ട് കൂടെ. ഫ്ലവേഴ്സ് 24 വീട് തന്ന KHDC, പിന്നെ മാസംഘടന ഉണ്ടായിരുന്നു. അവരെല്ലാം KHDC ഇപ്പം ഈ കൂട്ടത്തിൽ ഇവരെല്ലാം ഉണ്ട്. KHDC വീട് തരാമെന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പ് പറഞ്ഞ് തിരുമേനി നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന ബിഷപ്പ്, അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് അറിയത്ത് പോലും ഇല്ലായിരുന്നു. അദ്ദേഹം 24 വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ സ്ഥലം കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള സ്ഥലം കൊടുക്കാം. 7 സെന്റ് 6 സംതിങ് 7-നോടടുത്തുള്ള സ്ഥലം. അപ്പോൾ അദ്ദേഹം 24 അറിയിച്ചത് സ്ഥലം കൊടുക്കാം. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഈ സ്ഥലത്ത് വന്ന് കാണുകയും ഫ്ലവേഴ്സിലെ നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ അനൂപേട്ടൻ എന്നെയും കിച്ചുവിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഒരുപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരുമിച്ച് ഞങ്ങളോട് സംസാരിച്ചു. ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്, നിങ്ങൾ പോയി ഒന്ന് കാണാൻ, ഇഷ്ടപ്പെട്ട എന്നോട് പറയാമെന്ന്. ഞങ്ങൾ രണ്ടും വന്ന് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് ഈ വീട്
തീരുമാനം തുടങ്ങിയെന്നുള്ളത്. ഈ എപ്പോഴും സ്റ്റാർ മാജിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മരണശേഷം കുറെ വീഡിയോകളിലൂടെയാണെങ്കിലും മറ്റ് കണ്ടത് കുറെ കൂടി ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ട്. ഈ വിവാദങ്ങളിലൊക്കെ ചിന്നുവിന്റെ പേരും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലായിരുന്നു ഈ പെർഫ്യൂം എന്നുള്ള സംഭവം. നമുക്ക് പെട്ടെന്ന് ഒരു പെർഫ്യൂം എന്ന രീതിയിലേക്ക് വാർത്ത കേൾക്കുന്നവർക്ക് ആദ്യം വരിക ഇതൊരു നല്ലൊരു സ്മെൽ ഫീൽ ചെയ്യാം എന്ന ചിന്തയാണ് ആദ്യം പോവുക, ദേഹത്ത് അടിക്കാന്നുള്ളത്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നാണ്. എവിടെ അത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചായി തോന്നി? അതെ അതെ അതെ, അത് ലക്ഷ്മി ഇങ്ങോട്ട് പറഞ്ഞാന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ അല്ല, അത് അന്നേ ഞാൻ പറഞ്ഞാൽ പല ഇന്റർവ്യൂസിലും പറഞ്ഞായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. കാരണം ഞാൻ സുധിച്ചേട്ടൻ ഒരുമിച്ചിരുന്ന ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഈ യൂസഫിക്കയുടെ വീഡിയോ കാണാറുണ്ട്. ഇതാ പെർഫ്യൂം. അത് നമ്മളിപ്പം ഒരു തീർത്ഥം പോലെയാണത്. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ ഫോട്ടോയുടെ ഇവിടെ തന്നെ ഇത് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് വെച്ച ഫോട്ടോയാണ് മരിച്ച ആ സമയത്ത്. അപ്പം അതിൻ്റെ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അന്ന് അപ്പം ഈ വീഡിയോസ് കാണുമ്പോൾ സുധിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ മണമൊക്കെ കിട്ടും കേട്ടോ ആൾക്കാർ. അത് അത്ഭുതമാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തേ, ഏട്ടനെ ഞാൻ കാണിച്ചു കൊടുത്തേ. അപ്പം അത് വെച്ചിട്ട് എൻ്റെ ഓർമ്മ വെച്ചിട്ട് പെട്ടെന്ന് സുധിച്ചേട്ടൻ്റെ മണം അല്ലെങ്കിൽ ഏട്ടൻ്റെ അവസാനം ധരിച്ച ഡ്രസ്സിൻ്റെ മണം വേണമെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ ലക്ഷ്മിയോട് അങ്ങോട്ട് പറഞ്ഞു. ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി അറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ എങ്ങനെയാണേലും ഇതിനെപ്പറ്റി ഞാൻ എവിടെ നാളിൽ ഇത് ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടിയുടെ ഇൻസ്റ്റയിലോട്ട് ഒരുപാട് പേര് ഓരോ സ്ഥലങ്ങളിൽ ഒത്തിരി സ്ഥലത്ത് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ദുബായിലാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യണതെന്ന് പറഞ്ഞു യൂസഫിക്ക. അപ്പോഴാണ് ആ കുട്ടി ദുബായിൽ പോയി. ഞാൻ ഡ്രസ്സ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഇട്ട ഡ്രസ്സ്, ആ പ്രോഗ്രാമിന് പോയപ്പോ ഇട്ട ഡ്രസ്സ്. അത് മരണസമയത്തല്ല, ഏട്ടൻ ഇട്ട അവസാനം നമ്മള് പ്രോഗ്രാമിന് പോയില്ല, അവസാനത്തെ പ്രോഗ്രാം. അവിടെ ചെല്ലുമ്പോൾ സ്റ്റേജിൽ കയറാൻ വേറെ ഡ്രസ്സ് ഇടുമല്ലോ. പക്ഷെ ഇട്ടോണ്ട് പോയത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതാണല്ലോ ഏട്ടൻ ഇടുന്നത്. അപ്പൊ ആ ഡ്രസ്സാണ് ലാസ്റ്റ് മണമൊക്കെ അതിനകത്താണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ആ ഡ്രസ്സ് അവസാനം ഇട്ട ഡ്രസ്സ് ഇപ്പം ഏട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വിയർത്ത് വരത്തില്ലേ, കുളിക്കുന്നതിന് പിന്നെ കയറി വരുമ്പോൾ ഉള്ള ഒരു സ്മെല്ലില്ലേ, ദേഹത്തെ ഷർട്ടിൽ ഒരു സ്മെല്ലുണ്ടല്ലോ ബോഡിയിൽ, ആ ഒരു സ്മെല്ലാണ് ഇത്. അതായത് അവസാനം ചേട്ടൻ മരിക്കുന്നതിന് പിന്നെ കുളിക്കാൻ ഒന്നും പറ്റിയില്ലല്ലോ, ആ ഒരു സ്മെല്ല്. ലക്ഷ്മി പിന്നെ വന്നിരുന്നു, അവസാന സമയത്ത് കണ്ടില്ല എന്നുള്ള രീതിയിലേക്ക് പിന്നീട് വന്നിരുന്നു, വീട്ടിൽ എത്തിയിരുന്നു. ലക്ഷ്മി അന്നൊക്കെ തിരക്കാണ്. ഇപ്പോഴും ആ കുട്ടി നാട്ടിലില്ല, പുറത്താണ്, ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഉടനെ തന്നെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നീട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫ്രീ അല്ല കുട്ടി, ഇപ്പൊ നാട്ടിലില്ല, പുറത്താണ്, UK. അങ്ങനെ പെർഫ്യൂം തന്നത് ഇപ്പൊ എത്ര നാളായി? കഴിഞ്ഞ കുറച്ച് നാളായി. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ കെയർ ചെയ്താ കുട്ടി കൊണ്ടുതന്നത്, ഭയങ്കരമായിട്ട്. കാരണം അവിടുന്ന് കൊണ്ടുവന്നതല്ലേ. അപ്പൊ അതുപോലെ സുധിച്ചേട്ടനാണിത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോഴും പോയെന്ന് തോന്നുന്നില്ല, അതാണ് പിന്നെയും ശരിക്കും അങ്ങനെ സുധിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം എന്താ? ഈ വീട്ടിൽ അതേപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യം എന്താ? സുധിച്ചേട്ടൻ്റെ ഡ്രസ്സ്, അത് അധികം ഡ്രസ്സൊന്നും യൂസ് ചെയ്യത്തില്ല, എടുക്കത്തില്ല ആള്. സ്റ്റാർ മാജിക്കിൽ പോയാലും അവിടുന്ന് കൊടുക്കുന്ന കോസ്റ്റ്യൂം അത് ഒരു തിരിച്ചു കൊടുക്കുമല്ലോ, അതൊക്കെയാണ് രണ്ടോ. പിന്നെ ലാസ്റ്റ് തലേന്നിട്ടിട്ട് പോയ ഡ്രസ്സ് അതുപോലെ അലക്കിയിട്ട്, തലേന്നിടത്തില്ല, നമ്മുടെ കൂടെ വീട്ടിൽ ഉറങ്ങിയിട്ട് പോകത്തില്ലേ, ഇടുവല്ലോ. അപ്പൊ ആ ഡ്രസ്സ് അതുപോലെ അലക്കിയിട്ടൊന്നുമില്ല, അതുപോലെ വെച്ചിട്ടുണ്ട്. ഷൂസ് വെച്ചിട്ടുണ്ട്, അധികം ഷൂസ് ഇല്ല, ഉള്ള ഷൂ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് ഭയങ്കരമായിട്ട് ഈ ദീർഘവീക്ഷണം കൂടുതലാന്ന് കേട്ടിട്ടുണ്ട്. എന്തോ അടുത്തത് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ വരാൻ പോകുന്നുള്ളത്, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എവിടേക്കോ ആകസ്മികമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ പോലും സൂചിച്ചേട്ടൻ്റെ അവിടെ ദീർഘവീക്ഷണത്തില് കുറച്ച് നാൾക്കുള്ളിൽ വീട് വരുന്നു, അങ്ങനെ ചിന്തയും പോകുന്നുമുണ്ട്. അതുപോലെ തന്നെയായിരുന്നു പലപ്പോഴും ഇങ്ങനെ സംസാരത്തിൽ പറഞ്ഞു തരുന്നതുകൊണ്ട് ഞാൻ ഇല്ലാതായാലും പറയുമായിരുന്നു വാക്കുട്ടെ. ഞങ്ങൾ ഇവനോടും കിച്ചുവിനോടും പറയാറുണ്ടായിരുന്നു, എന്നോട് ഞാൻ തന്നെയാ ഇവൻ, ഞാൻ പോയാലും ഇവൻ വാവുട്ടാന്ന് വിളിക്കും. ഋതപ്പനെ പറ്റി പറയുമായിരുന്നു. ഞങ്ങളോട് രണ്ടുപേരോടും പറയാറുണ്ട്. അല്ലേടാ ഓർമ്മയുണ്ടോ കാറിലൊക്കെ പോകുമ്പോ സംസാരിക്കുന്ന അച്ഛൻ അങ്ങനെ പറയായിരുന്നു, ഇടി ഞാൻ തന്നെയാ ഋതപ്പൻ, ഞാൻ പോയാലും നിന്നെ. കുറച്ച് ദിവസം മുന്നെയാണ് ഇതൊക്കെ പറയുന്നതും ഒക്കെ. അപ്പൊ എന്തോ സൂചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ചേട്ടൻ ഏതായാലും പ്രായം ചെല്ലുമ്പോഴല്ലേ നമ്മളൊക്കെ മരിച്ചു പോണേ. അപ്പൊ ഋതപ്പനും ഏജ്ഡ് ആവുമല്ലോ. അപ്പൊ ഋതപ്പൻ സൂചേട്ടനെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതൊക്കെ എന്റെ മനസ്സിലാക്കും, വാവുട്ടാന്നൊക്കെ വിളിക്കുന്ന ഓർത്തെ. അതുപോലെ ഇന്നസെന്റ് ചേട്ടൻ മരിച്ച സമയമായിരുന്നല്ലോ ആ സമയം. സുചേട്ടൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇരുന്ന് കാണുക വീഡിയോസ്, അങ്ങനെ കാണാറില്ല. എന്തുവാ സുചേട്ടൻ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്, എന്നെ പറ്റി വിഷമമാണെ കാണണ്ടെന്ന്.
ഇങ്ങനെയൊക്കെയല്ലേ വൗട്ട സിനിമാ നടന്മാരും ആരും മരിച്ചാലും ഇങ്ങനെയൊക്കെയല്ലേ ആൾക്കാരൊക്കെ വന്ന് കാണുമല്ലേ? ആ ആണെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ സുചേട്ടാ മാറ്റി വെക്കാം. അതുപോലെ സുബി ചേച്ചി മരിച്ചതും കുറച്ച് ഭയങ്കര സങ്കടമായിരുന്നു. സുബി ചേച്ചി മരിച്ചു കാരണം അവരത്ര കൂട്ടുകാരല്ലായിരുന്നു. സുബി സുരേഷ് ചേച്ചി ഭയങ്കര വിഷമായിരുന്നു സുചേട്ടന്. ഞാൻ കണ്ണ് നിറയുന്ന ഞാൻ കണ്ടു സുചേട്ടൻ്റെ. എൻ്റെ പെങ്ങളൂട്ടിയായിരുന്നു വൗട്ട. എല്ലാവരും മക്കളെ മക്കളെ എന്നുള്ള വിളിയായിരുന്നു സുചേട്ടന്. സുബി ചേച്ചിയൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. കാരണം അവർ തായ്ലൻഡ് ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ അവർക്ക്. എനിക്കത് എവിടെ മലേഷ്യ അല്ലേടാ പണ്ട് കൈരളി മെയ്ഡ് ഫോർ ഈച്ച് അതർ. തായ്ലൻഡ് അല്ല സോറി മലേഷ്യയാണ്. മലേഷ്യയിലായിരുന്നു ആ ഒരു കൈരളി പ്രോഗ്രാം. അപ്പൊ സുധിച്ചേണ്ട ഈ സുബി ചേച്ചി ആയിരുന്നു അതിന്റെ ആങ്കറിങ് അല്ലേ? അതിന്റെ എനിക്ക് ഞാൻ ആ സമയത്ത് എനിക്ക് അറിയില്ല സുധിച്ചേട്ടൻ. കിച്ചൂട്ടിനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് തൊട്ടേ കൊച്ചായിരിക്കുന്നത് തൊട്ടേ കിച്ചൂട്ടിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക്. പിന്നീട് അങ്ങനെ ഒരു അവസാനമായിട്ട് അച്ഛൻ്റെ ഒപ്പം പോയൊരു വേദി ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? സ്റ്റാർ മാജിക്കിന്റെ സ്റ്റാർ മാജിക്കിൽ തന്നെയാണ്. സ്റ്റാർ മാജിക്കിൽ ഷൂട്ടിൽ പോകുമ്പോഴാണെങ്കിലും കിച്ചൊപ്പം ഉണ്ടാവും വേദികളിലാണെന്നുണ്ടെങ്കിൽ. മരിക്കുന്നത് ഞായറാഴ്ച, വെള്ളിയാഴ്ചയാണ് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് കഴിഞ്ഞ് വരുന്നത് ലാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോ കുറെ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ കൂടിയാണ്. ഏറ്റവും സുചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണോ? ആണ് സുധിച്ചേട്ടന് ഇഷ്ടമുള്ള കാരണം എന്നാന്നറിയോ ഇത് പറയാൻ കാരണം? മെയ് 19 ഏട്ടന്റെ ബർത്ത്ഡേ, ലാസ്റ്റ് ബർത്ത്ഡേ. അപ്പം ജൂൺ 5 മരിക്കുക. ഈ ഫോട്ടോ എന്റെ ചേച്ചിക്കൊക്കെ അയച്ചു കൊടുത്ത് എനിക്ക് വെച്ചിരുന്നു. ആവട്ടെ ഇത് ഇടണം കേട്ടോ എന്റെ ബർത്ത്ഡേക്ക്, ഇതിട്ടാ മതി. അപ്പൊ ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലവേഴ്സിൽ എങ്ങാണ്ട് വെച്ചിട്ട് എടുത്തതാ, പുറത്ത് വെച്ചിട്ട് എടുത്തതാ. പുള്ളി സെറ്റാക്കി വെച്ചേക്കുവല്ലോ എല്ലാരോടും. ലാസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നത് ഇടണം. അതുപോലെ മെയ് 7 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അത് പുള്ളി മറന്നുപോയി, ഞാനും മറന്നുപോയി. പിന്നെ രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് നമ്മൾ അത്ര ആഘോഷമൊന്നും ഇല്ലായിരുന്നു, ഓർത്തില്ല. അപ്പൊ അന്ന് കിച്ചുമായിട്ട് സുചേട്ട ഷൂട്ടിലാണ് ഫ്ലവേഴ്സിന്. ഞാൻ ചോദിച്ചു ചേട്ടാ മറന്നുപോയെന്ന് വെച്ചാൽ ഒറ്റ കരച്ചിൽ കരഞ്ഞു. മെയ് 7 ഭയങ്കര കരച്ചിൽ, വലിയ കാര്യം. അപ്പൊ ഞാൻ എന്ത് പറ്റി ചേട്ടാ? ഞാൻ റിഹേഴ്സലാവട്ടെ, ഞാൻ മറന്നുപോയി. എന്താ അടിവാവട്ടെ, നമ്മൾ മറന്നുപോയി, അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും വലിയ ആഘോഷം നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊന്നും നിന്നില്ല. അങ്ങനെ ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഷൂട്ടിന് പോകുന്നതൊക്കെ തന്നെ ആയിരിക്കും, കാറിലൊക്കെ പോകുന്നത് അത് തന്നെ ആയിരിക്കും. അച്ഛൻ്റെതായിട്ടുള്ള എന്തായാലും ആ കഴിവുകൾ ഉണ്ടാവുന്ന അച്ഛൻ്റെ ഒരു പാത ഇഷ്ടമായിരുന്നു ശരിക്കും. അങ്ങനെ ഒരു കലാകാരനായിട്ട് ഇരിക്കാൻ തന്നെയായിരുന്നു കിച്ചുവിന് ആഗ്രഹം. അച്ഛനോ? അച്ഛന്റെ വഴി അച്ഛൻ ആഗ്രഹം അച്ഛൻ്റെ അത് തന്നെയായിരുന്നു. അത് ഞാൻ എങ്ങനെ ഞാൻ എനിക്ക് ആനിമേഷൻ VFX തന്നെ കണ്ടോട്ടുള്ള അച്ഛന്റെ ആഗ്രഹം ശരിക്കായിരുന്നു. എന്തായിരുന്നു അച്ഛൻ്റെ? എന്റെ ഇഷ്ടം എന്തായാലും നോക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പലപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി, ഈ വിവാദങ്ങളോട് പലപ്പോഴും കണ്ണടയ്ക്കുന്ന ഒരു സ്വഭാവമാണ്. മറുപടി പറയാൻ തോന്നിയിട്ടില്ലേ? ചില സമയം ഇങ്ങനെ എന്നെ മറുപടി പറഞ്ഞിട്ട് എന്തോ കാര്യം? അവരുടെ കയ്യിലല്ലേ, അവരുടെ മനസ്സിലിരിക്കുന്ന സാധനമാണ് അവർ കയ്യിലൂടെ ടൈപ്പ് ചെയ്യുന്നത്. കമന്റ്, ഈ കമന്റ് ഒന്നും വന്ന് നമ്മളെ മുറിക്കുന്നില്ലല്ലോ, നമ്മുടെ ബ്ലഡ് വരുന്നില്ലല്ലോ, വേദന എടുക്കും. നമ്മളൊരു ചെറിയ മുറിവുണ്ടായാൽ നമുക്ക് വേദന എടുക്കും. പക്ഷെ ഇതൊന്നും വന്ന് നമ്മളെ മുറിപ്പിക്കുന്നില്ല, മനസ്സ് മുറിയുന്നത് ആരും കാണുന്നില്ല. പക്ഷെ ഞാനത് കാണുമ്പോഴല്ലേ മനസ്സ് മുറിയുന്നത്, നമ്മളത് കാണാറില്ല. നമ്മളൊന്ന് ഈ ചെവി കൂടെ കെട്ടി ഈ ചെവി കൂടെ ശാരീരികമായിട്ടുള്ള വേദനയേക്കാൾ വലുതല്ലേ ശരിക്കും മാനസികമായിട്ട്? അതെ അതെ തീർച്ചയായിട്ടും. അത്തരത്തില് അത് സർവേ ചെയ്ത് ഓവർകം ചെയ്തു തുടങ്ങി. നന്നായിട്ട് ചെയ്തു. ഓവർകം ചെയ്താലേ പറ്റത്തുള്ളൂ. കാരണം ഈ കുറ്റം പറയുന്ന ആരും നമുക്കൊന്നും ചെയ്യുന്നില്ല, തരുന്നില്ല. അവര് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ കുട്ടീനെ അടിച്ചിറക്കുന്നൊക്കെയല്ലേ പറയുന്നത്. എന്തൊക്കെയാണ് പറയണത് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഈ കുട്ടി എൻ്റെ അടുത്ത് ഇരിക്കുമോ? ഇതെന്റെ മൂത്ത മോനാണ്. ഇവനാണ് എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ഋതപ്പൻ്റെ അടുത്ത്. അത് ഇവനും അറിയാം. ഇവൻ കഴിഞ്ഞിട്ടേ ഉള്ളു ഋതപ്പൻ എന്ന് ഇവനും അറിയാം നന്നായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയിൽ ഒരു പ്രശ്നമില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇനി പറയായിരിക്കും, ഈ ഇതിന്റെ അടിയിലും വന്ന് കമന്റ് വരുമായിരിക്കും. പക്ഷെ എനിക്ക് വിഷയമില്ല, എനിക്കും കിച്ചുവിനും വിഷയമില്ല ഇങ്ങനെ കാരണം ഇവ വലിയ കുട്ടിയാണ്. അല്ലെ അടിച്ച് പറയിപ്പിക്കാനാണ് കുഞ്ഞു, അവനെ കൊണ്ട് അടിച്ച് പറയിപ്പിച്ചാണേ. അത് കുഞ്ഞു കുട്ടിയല്ലേ, ഇത് വലിയ കുട്ടിയാണ്. ഇവൻ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതനുസരിച്ച് സംസാരിക്കാനും കഴിവുള്ള അല്ലെ പ്രാപ്തിയായിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഈ വീട് എന്നുള്ളൊരു പ്ലാൻ അവർ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് ഇത്രയും നാൾ സ്വപ്നം കണ്ടൊരാൾ അല്ലെങ്കിൽ സൂചിയുടെ ഇഷ്ടത്തിലുള്ള എന്തെങ്കിലും ഒന്ന് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ഈ വീട് പണിയുമ്പോൾ ഇത്തരത്തിൽ സൂചിയേട്ടൻ പറയാറുണ്ട്, ആ രൂപത്തിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും? ചേട്ടന്റെ ഇഷ്ടം ഒരു ചെറിയ വീടെന്തേ ഉള്ളായിരുന്നു. ഇത് സുധിച്ചേട്ടന്റെ ഇഷ്ടത്തിനേക്കാൾ വലിയ വീടായില്ലേ? ഞങ്ങൾക്ക് വലിയൊരു വീടായില്ലേ? ഞങ്ങൾക്കല്ല സുധിച്ചേട്ടന്റെ വീട്, നമ്മൾ താമസിക്കുന്നത് പിള്ളേരുടെ വീട്. ഇവിടെ നമ്മളുണ്ട്, എന്റെ പപ്പായ അമ്മയൊക്കെ ഉണ്ട്. ശരിക്കും സൂചിയുടെ പാരന്റ്സ് എന്നുള്ള രീതിയിലേക്ക് ആരൊക്കെയുള്ള അവിടെ വീട്ടിൽ ആരൊക്കെയുള്ളത്? കൊല്ലത്ത് അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടൻ്റെ വൈഫുണ്ട്, ഏടത്തിയുണ്ട്, മക്കളുണ്ട്, പിന്നെ അടുത്ത് പെങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവരും വിളിക്കും, അന്വേഷിക്കും.
കാര്യങ്ങളൊക്കെ ചോദിക്കും. ഒരു സമയപരിമിതിക്ക് അപ്പുറത്തേക്ക് പലപ്പോഴും ഈ ഇടപെടലുകൾ ഉണ്ടാവില്ല. ഒരു മരണശേഷമാണെന്നുള്ള രീതിയിലേക്കാണെങ്കിലും ഇപ്പൊ ഒപ്പം വർക്ക് ചെയ്തിരുന്നവരാണെങ്കിലും ചാനലാണെങ്കിലും സിനിമാ പ്രവർത്തകരാണെങ്കിലും പിന്നീട് തിരക്കാണ്. ശരിക്കും അങ്ങനെ മരണശേഷം അല്ലെങ്കിൽ പുതിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും അങ്ങനെ വരുന്ന അരത്തിലും അങ്ങനെ ഒരു കോണ്ടാക്ട് ഉള്ളതാണ് ഇപ്പോഴും. ലക്ഷ്മി നക്ഷത്രം, ചിന്നു, സുധിച്ചേട്ടൻ്റെ ചിന്നൂട്ടി. എല്ലാ മാസവും അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏട്ടൻ മരിച്ച അന്നിട്ട് അതിന് മുന്നേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏട്ടനുള്ളപ്പോഴും ഇതുപോലെ ഒരുപാട് പേര് നമുക്ക് അന്ന് പ്രശ്നമൊക്കെ വന്നപ്പോഴൊക്കെ ഒരുപാട് ഹെൽപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് കൊറോണ ടൈമിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത് സുധിച്ചേട്ടനുള്ളപ്പോൾ. അത് കഴിഞ്ഞ് മരണശേഷവും അതിന് മുന്നേ ലക്ഷ്മി നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ മരണശേഷം കുട്ടി എല്ലാ മാസവും നമുക്കൊരു തുക അയച്ചു തരും. ഇങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇത്തരം നവമാധ്യമങ്ങളിൽ വരുന്ന കമന്റിനെയോ അല്ലെങ്കിൽ മറുപടികളെയോ നോക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു വിഷമം വരാന്നുള്ള രീതിയിൽ അങ്ങനെ പങ്കുവെച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്, എന്തുവാ ഇങ്ങനെ നല്ല കാര്യം ചെയ്യുന്നവരെയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും തന്നെ പറയാം, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട, പോട്ടെ, പറയുന്നവര് പറയട്ടെ, നമുക്കറിയാലോ. അപ്പം കുട്ടി പറയും സുധിച്ചേട്ടന്റെ വീട്ടിലും ഫാമിലിക്കും എന്നെ അറിയാം, സുധിച്ചേട്ടന്റെ ആത്മാവിനും അറിയാം, നമ്മൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അത്രയും മതി എന്ന് പറയാം. കൊല്ലത്ത് പോകാറുണ്ട്, അവരിങ്ങോട്ട് വരാറുണ്ട്. പിന്നെ എല്ലാരും ജോലി തിരക്കും കാര്യങ്ങൾ എപ്പോഴും ഒന്നും പോകാൻ പറ്റത്തില്ല. വിളിക്കാറുണ്ട്, ചേട്ടത്തി വിളിക്കും, അമ്മ വിളിക്കും, കുഞ്ഞിനെ വീഡിയോ കോളിൽ കാണണമെന്ന് പറയും, അങ്ങനെ കാണും. എനിക്ക് തോന്നുന്നു സുശേഷന്റെ അവസാനമായിട്ട് കാണുന്ന ഒരു ആഗ്രഹം തോന്നിയിട്ട് ആ യാത്രക്കിടെ വീഡിയോ കോൾ ചെയ്തു. അന്നേരം ഉറങ്ങുമായിരുന്നു. കുറെ അത്ഭുതം തോന്നുന്ന അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ സുശേഷന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാറുണ്ട് എപ്പോഴും അല്ലെ. ശരിക്കും വേദിയിൽ വിസ്മയിപ്പിക്കുന്ന പോലെ റിയൽ ലൈഫിലും എപ്പോഴേക്കോ ഒപ്പം നിൽക്കുന്നവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എന്നുള്ളത്. എന്താ ഇനി അടുത്തൊരു ഫ്യൂച്ചർ പ്ലാൻ? ശരിക്കും എന്താ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ജോലി ഇപ്പം നാടകം ചെയ്യുന്നുണ്ടായിരുന്നു, കൊച്ചിൻ സംഘമിത്ര നാടകം. ഇപ്പം ഏട്ടൻ മരിച്ചു കഴിഞ്ഞാൽ വിളിച്ചപ്പോ അല്ല, കുഞ്ഞിലെ ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂൾ അല്ലാതെ പിന്നെ ഒരു സുധിച്ചേട്ടൻ്റെ കൂടെ കൊസു TV എന്ന് പറയുന്നൊരു നമുക്കൊരു ഇതുണ്ടായിരുന്നു, ചാനല്, യൂട്യൂബ് ചാനൽ. അതിൽ ഏട്ടൻ്റെ കൂടെ വെബ് സീരീസ് ഒക്കെ ചെയ്യുമായിരുന്നു. അത് ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ആൽബം ചെയ്തായിരുന്നു. അതിന് ചെറിയൊരു ക്യാരക്ടർ കുഞ്ഞിപ്പൂ എന്ന് പറഞ്ഞ ഒരു സൂര്യഗായത്രി എന്ന് പറയുന്നൊരു മാം ഡയറക്ടർ വിളിച്ചിട്ട് ചെയ്തു. അവർ ഈ അവാർഡ് വിന്നിങ് ആൽബം ഒക്കെ ചെയ്യുന്നു. അപ്പൊ അത് ചെയ്തു. അത് കഴിഞ്ഞ് നാടകം കൊച്ചിൻ സംഘമിത്രയുടെ 50ാമത്തെ നാടകം ഇരട്ട നഗരം എന്ന്, അതിൽ നല്ലൊരു ക്യാരക്ടർ. ഇപ്പൊ 2 ഷെഡ്യൂൾ കഴിഞ്ഞു റിഹേഴ്സൽ, 3ാമത്തെ തുടങ്ങുന്ന ക്യാമ്പ്. ഈ പലപ്പോഴും ഇത്തരത്തില് കമന്റുകൾ വലുവയ്ക്കാറില്ല എന്ന് പറയുമ്പോഴും അത്രയും മനസ്സിനെ വേദനിപ്പിച്ചൊരു കമന്റ് എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം ഞാനും കിച്ചും കൂടെ ശ്രീവിദ്യയുടെ കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ വന്ന കമന്റാ. അതിലെഴുതിയേക്കുന്നത് എന്തുവാ, ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് കേരളത്തിൽ ഇത്ര അപമാനിക്കപ്പെട്ടൊരു പെണ്ണ് കേരളത്തിലില്ലെന്ന് കമന്റ്. അപ്പം അത് സപ്പോർട്ട് ചെയ്താണ്, സപ്പോർട്ട് ചെയ്ത് അയ്യോ, അപ്പൊ ഞാൻ എത്ര അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഈശ്വര, അത്ര ചീത്തയായിരുന്നു. അതായത് അത്ര അപമാനിക്കപ്പെട്ട നികൃഷ്ട ജീവിയായിരുന്നു ഞാൻ സുധിച്ചേട്ടൻ മരിച്ചുകൊണ്ടെന്ന് ഞാൻ ആലോചിച്ചു. അതെന്താ ഇങ്ങനെയൊന്നും ആലോചിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ നല്ല കമന്റ്സ് ഒക്കെ ഉണ്ട്, ഞാൻ നോക്കിയില്ല ഇത്ര സത്യം. അപ്പൊ ഞാൻ പുറകോട്ട് ചിന്തിച്ചു നോക്കി, ശരിയാണല്ലോ, ഇത്ര അപമാനിക്കപ്പെട്ടൊരു സ്ത്രീ. പത്രങ്ങളിലും ന്യൂസിലും ഒക്കെ കാണുന്ന പോലെ ഭർത്താവിനെ തലക്കിടിച്ച് കൊന്നിട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും ഇത്ര അപമാനം എനിക്ക് തോന്നുന്നില്ല ഏറ്റവും. എനിക്ക് തോന്നുന്നു കുറെ കൂടെ കാര്യങ്ങൾ ഭയങ്കര കൂളായിട്ട് ഡീൽ ചെയ്യുന്ന, ഭയങ്കര ഇമോഷണൽ ആവുന്ന ഒരാളല്ല, അല്ലെങ്കിൽ അത്രത്തിൽ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ നിൽക്കാറില്ല. അങ്ങനെയായിരുന്നു ആദ്യം കേട്ടോ. ആദ്യം ആ സമയത്ത് അങ്ങനെയായിരുന്നു. സുധിച്ചേട്ടന്റെ ആ ഫ്യൂണറൽ വീഡിയോസ് ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നോക്കി, ഇത് ഞാൻ തന്നെയാണോ ഓർത്ത്. കാരണം അന്ന് ഞാൻ കിളി പോയ അവസ്ഥയായിരുന്നു. എനിക്ക് അറിയത്തില്ല ഞാനാണ് എന്തുവാന്നൊന്നും അറിയത്തില്ല. ഞാൻ കണ്ടപ്പോഴാണ് ആലോചിച്ചത്, ഇതാണോ ഞാൻ ഇട്ടത്, ഇതാണ് ആസ്വദിച്ചത്. ഡെഡ് ബോഡി നോക്കത്തില്ല കേട്ടോ, ഏട്ടന്റെ ആ മുഖം നോക്കത്തില്ല, എന്താ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തത്. അപ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിയില്ല. ഇപ്പൊ ഞാനെല്ലാം കൂളായിട്ടാണ് എടുക്കുന്നത്. കാരണം എന്നാലേ പറ്റത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വല്ലതും സൂയിസൈഡ് ചെയ്യത്തില്ലേ, വിഷമം കയറി സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥ വരത്തില്ല. ഇങ്ങനെ വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റില്ല. കാരണം ഒന്നാമതേ ഹസ്ബൻഡ് മരിച്ചപ്പോൾ തന്നെ നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഇതുപോലെ ഉള്ളിലേ
നമുക്ക് ഒന്നും സന്തോഷമോ എന്തൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കും സുചേട്ടൻ്റെ അടുത്താണല്ലോ, അതിന് പോലും ഒരാളില്ലാതെ. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, എന്നാലും ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സൂയിസൈഡ് ചെയ്യത്തില്ലേ, അതുകൊണ്ട് ഞാനതെല്ലാം കൂളായിട്ട് നെവർ മൈൻഡ്, ഞാനൊന്നും എടുക്കത്തില്ല. ഈ പലപ്പോഴും ഈ കലാകാരന്മാർക്ക് ഈ മരണത്തിൽ വരെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രയും കാലം എത്രയും ഓർത്തുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ്. തലമുറകൾക്കപ്പുറം വ്യക്തികളിലൂടെ ഒരുപക്ഷെ വേദികളിലായിരിക്കാം, സിനിമകൾ ചെയ്ത വേഷങ്ങൾ കൊണ്ടായിരിക്കും, 40-ലേറെ സിനിമകൾ ചെയ്ത വ്യക്തിയാണ്, നൂറുകണക്കിന് ആയിരക്കണക്കിന് ഏറെ വേദികൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത്. ഇപ്പോഴും പലപ്പോഴും പല കലാകാരന്മാരെ സൂചിച്ചിട്ട് അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് ആ ഇഷ്ടത്തോടെ എന്നുള്ളത്. ഈ അടുത്തത്രത്തിൽ കണ്ട ഒരു വീഡിയോ ആണ്, ഞാൻ കാണിച്ചോട്ടെ വീഡിയോ. സുധിച്ചേട്ടൻ്റെ കുറച്ച് വേർഡ്സ് ഉണ്ട്, മാട്ടപ്പരിപാടി, പേയ്മെന്റ്, അതൊക്കെ ചേട്ടന്റെ വായിന്ന് ശൈലി അത് തന്നെ കറക്റ്റ് വോയിസ് ആണ്. നമ്മൾ കണ്ണടച്ച് ഞാൻ പലപ്പോഴും കേട്ടപ്പോൾ അത് തന്നെയാണ് സുധിച്ചേട്ടൻ്റെ അതേ സൗണ്ട്, അങ്ങനെയാണ് ചേട്ടൻ സംസാരിക്കുന്നത്. അടുത്താണെങ്കിൽ മാത്രമല്ല ഇപ്പൊ ഒപ്പമുള്ളവർക്ക് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം അവിടെ നിൽക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു കലാകാരൻ ചെയ്യുന്ന പെർഫോമൻസ് ആണ്. അതിനായുള്ള അപ്പുറത്തേക്ക് ഇത്രത്തോളം ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, ഇത്രയും ഇമോഷണൽ ആയിട്ട് പോവാന്നുള്ളത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു സൂചിയേട്ടൻ എന്നൊരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്. എത്രത്തോളം അങ്ങനെ ശരിക്കും ഇത്തരം പെർഫോമൻസ് പിന്നീട് കാണാൻ ശ്രമിക്കാറുണ്ടോ? ഞാൻ സുധിച്ചേട്ടൻ്റെ വീഡിയോസ് എനിക്ക് കാണാൻ പറ്റത്തില്ല, കാരണം എല്ലാവരും ഓർക്കും സിനിമാ നടന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ എപ്പോഴും കാണാമല്ലോ എന്ന്. പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ലെന്നാണ് സത്യം, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏട്ടനുള്ളപ്പോൾ ഇത് കാണുമ്പോൾ സന്തോഷമാണ്, കാരണം കുറച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമല്ലോ ഷൂട്ട് കഴിഞ്ഞ്. ഇനി അങ്ങനെ ഇനി ആ സുധിച്ചേട്ടൻ എന്നുള്ള ഒരാൾ ഒരിക്കലും നമ്മുടെ ലൈഫിലോട്ട് ആള് വരത്തില്ല, നമുക്കറിയാം അല്ലേ, യാഥാർത്ഥ്യമാണത്, തിരിച്ചറിയാം. റിയാലിറ്റിയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പൊ പിന്നെ അത് കാണുമ്പോൾ നമുക്ക് പിന്നെ വിഷമം കൂടത്തേ ഉള്ളൂ, ഭയങ്കര വിഷമമാണ്. ഞാൻ കാണത്തില്ലെന്ന് ഏട്ടൻ്റെ. പലപ്പോഴും ഇത്തരം റിയാക്ഷനുകളോട് പ്രതികരിക്കില്ലെങ്കിൽ പോലും ഇപ്പൊ കിച്ചൂട്ടനായിട്ടാണെങ്കിൽ വീഡിയോ ഇടുന്ന സമയത്ത് പലപ്പോഴും കമന്റ് ഓഫ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ കമന്റ് ഓഫ് ചെയ്യും. എന്തുകൊണ്ട് അത് കാണണ്ട എന്ന് വിചാരിച്ചോണ്ട് എന്തുകൊണ്ടാണ് അവർ പറയുന്നത് പറയട്ടെ, അതിൻ്റെതായിട്ടുള്ള ശരിയായ വശം നമുക്കറിയാലോ. എന്താ ചിന്തിക്കാറ് കൂടുതലും? അത് ഇപ്പൊ ഞാനല്ല, എനിക്ക് കാണുന്നതിന് കുഴപ്പം. ഇപ്പൊ ഞാൻ കമന്റ് ഇട്ട അപ്പൊ ഈ നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ നമ്മുടെ കുറച്ചു പേരൊക്കെ ഇല്ലേ, ദേടി ഇങ്ങനെ കമന്റ് വരുന്നത് കേട്ടോ, അവർക്കാണ് വിഷയം, നമുക്കല്ല. നമ്മളതൊന്നും വിഷയമല്ല, കാരണം ഞാൻ കുറച്ച് തന്നെ പറഞ്ഞ നമ്മുടെ ദേഹത്തിനൊന്നും കൊള്ളത്തില്ല. പക്ഷെ അവരാണ് ഈ പറയുന്നത്. ഇപ്പം ബന്ധുക്കളൊക്കെ വിളിച്ച് അമ്മായിമാരും ചേച്ചിയും ഇങ്ങനെ ഒരു കമന്റ് വന്നേ, അങ്ങനെ ഒരു അവർക്കാണ് വിഷയം. ചിലപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു തരും. ഞാൻ പറയാം എനിക്കിത് അയച്ചു തരില്ലേ എന്ന് ഞാൻ പറയും. പിന്നെ അത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലെ കമന്റ് ഓഫ് ചെയ്യണത്. ഇല്ല, ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കിച്ചു എന്നോട് പറയാം അമ്മയ്ക്ക് എൻ്റെ അടുത്ത് അങ്ങനെ ആരും ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനൊന്നും പൊത്തൊന്നുമില്ല. എനിക്കൊന്നും ഇവിടെ നമ്മൾ ഇത്രയും ഓർമ്മകൾ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അതിലെ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കിച്ചൂട്ടിന്റെ കയ്യിലാണ് തോന്നുന്നു അല്ലേ? ഫോട്ടോ അത് എപ്പോൾ ചെയ്തോന്ന് കാണിക്കാമോ? ഇപ്പൊ ചെയ്തിട്ട് ഒരു വർഷം ആയി. ഈ സെയിം തന്നെയാണ്, ആ സെയിം ഫോട്ടോ തന്നെയാണ്. ഞാൻ അതാ ചോദിക്കാൻ വന്നത്. അതേ ഫോട്ടോ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നൗ ആൻഡ് ഫോർ എവർ എന്ന്. അതവിടെ ചെന്നപ്പോൾ അവരൊരു എന്തെങ്കിലും ഒരു ഇത് എഴുതണോന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ എല്ലാവരും കൂടെ സജസ്റ്റ് ചെയ്ത് തന്നു. അച്ഛൻ ഇത്രത്തോളം ഇഷ്ടപ്പെടുത്തിയ ഒരാളാണ്. എപ്പോഴും നമ്മൾ പറയും ഈ ചിരിക്കുമ്പോൾ ആയുസ് കൂടുന്നുള്ളത്. പക്ഷെ ചിരിപ്പിക്കുന്ന സുചിയേട്ടൻ അത് അത്രത്തോളം ഉണ്ടാവാതെ പോയിട്ടുണ്ട്. അച്ഛന് വേണ്ടി ഏറ്റവും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം എന്താ കിച്ചുന്? ഇപ്പം തന്നെ പഠിക്കുക, ഒരു ജോലി വാങ്ങുക, ഇവനെ നോക്കുക, അതൊക്കെ തന്നെ ആണ്. ഒരു ഏട്ടനായിട്ടും അച്ഛനായിട്ടും ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് ആഗ്രഹം. യെസ്, ആൻഡ് ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ഫോട്ടോ കാണിച്ചോട്ടെ. എനിക്കൊന്നും അത്രയും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോ ആണെന്നുള്ളത് കാര്യത്തിൽ വ്യക്തമാണ്. ശരി, എപ്പോഴത്തതാ ഫോട്ടോ? ഇത് ഋതപ്പനെ പ്രഗ്നന്റ് ആയ ടൈമിൽ ഓർമ്മയുണ്ടോ? പ്രിയപ്പെട്ട ഫോട്ടോ ആയിരുന്നു.
ഇത് കിച്ചു തോന്നുന്നു എടുത്തല്ലേടാ? അത് ഞാനായിട്ട് കിച്ചു എടുത്ത ഫോട്ടോ അമ്മ അച്ഛനെ. അതെ. പലപ്പോഴും ഈ ഫാമിലിയുടെ ഒപ്പം തന്നെ ഈ സുഹൃത്ത് ബന്ധങ്ങൾ, നേരത്തെ അസിസ്കനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ കുറെ കൂടി എങ്ങനെയാ? എല്ലാരും മക്കളെ എന്ന് വിളിക്കുന്നത്. എനിക്കൊന്ന് അസിസിക്കാനെ പോലെടാ മക്കളെ എന്നാ വിളിക്കണേ തോന്നുന്നു അല്ലേടാ? അതെ, മക്കളെ എന്നുള്ളൊരു ശൈലിയുണ്ട് പൊതുവെ സുചേട്ടൻ എന്നുള്ളത്. കുറച്ചുകൂടി നെഞ്ചോട് ചേർത്ത് വെച്ച് സംസാരിക്കുന്ന എല്ലായിടത്തും അങ്ങനെയാണ് ആരെ കണ്ടാലും എപ്പോഴും ഉള്ളത്. ഈ നേരത്തെ ലക്ഷ്മിയുടെ കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ ചോദിക്കണം, ഇത്തരം ഈ വീഡിയോ വിമർശനങ്ങൾ വരുന്ന സമയത്ത് എന്നുള്ളത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും? ഇപ്പം എന്നെ പറ്റിയുള്ള വിമർശനം രണ്ടുപേരും ലക്ഷ്മിക്കാണെന്നുണ്ടെങ്കിലും, അതായത് ഇത്രയും സൗഹൃദത്തിന്റെ പേരിൽ അത്രയും സുചേട്ടനുള്ള ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും അതൊരു വീഡിയോ റീച്ചിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന്റെ പേരിൽ കുറെ കൂടി ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള വിമർശനങ്ങളോടെയാണ് കൂടുതൽ വരാറുള്ളത്. ഈ നെഗറ്റീവ് ഇടുന്നവർ തന്നെയല്ലേ അതും പറയുന്നത്. അവരുടെ മെന്റാലിറ്റിയാണ് അവർ പറയുന്നത്. പക്ഷെ ഇതെല്ലാം സത്യവും നമുക്കറിയാലോ, നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ആ കുട്ടിക്ക് റീച്ച് കിട്ടേണ്ട കാര്യം ഇത് ചെയ്തിട്ട് അതിന് റീച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ആ കുട്ടി അന്നും ഇന്നും നമ്മുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ അതിന് എന്താ പറയാ, ഇങ്ങനെ പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തല്ലേ ഉള്ളൂ, നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അതാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്തരം കേട്ട സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ടതാണ് ഇനിയൊരു വിവാഹം എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പല മുൻവിധികളും ഉണ്ട് പല കാര്യങ്ങളിൽ എന്നുള്ളത്. അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാൽ ശരിക്കും വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ കുടുംബക്കാര് ഫാമിലീസ് ഒക്കെ പറയുമല്ലോ, ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട അങ്ങനെ ഇങ്ങനെന്നൊക്കെ. അവിടെ ഒന്നും ഞാൻ പ്രതികരിക്കാറില്ല. ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ ചിന്തിക്കുന്നുമില്ല. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. സുധിച്ചേണ്ട വൈഫായിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ടും പോകാൻ ആഗ്രഹം. എപ്പോഴും കിച്ചു സംസാരിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്തെങ്കിലും? ഇല്ല. ഈ വീടിന്റെ കാര്യം വരുന്ന സമയത്താണെങ്കിലും ഇപ്പൊ അതിന്റെ അധികാരികൾ ഓൾറെഡി രേഖാമൂലം തരുന്ന സമയത്ത് അത് ആരുടെ പേരിൽ വേണം വീട് എന്നുള്ള രീതിയിലേക്ക് ചോദിച്ചിരുന്നോ? ചോദിച്ചില്ല. അത് സുധിച്ചേണ്ട വീട് സുധിച്ചേണ്ട 2 പിള്ളേർക്ക് വേണ്ടി, അതല്ലേ അതിന്റെ ശരി. സുധിച്ചേണ്ട 2 പിള്ളേർക്ക് ഒരേ അവകാശത്തില്. എല്ലാരും ഈ വിവാദങ്ങൾ എഴുതുന്നവര് പറയുന്നത് അവൾക്ക് വീട് കിട്ടി, അവൾ ആ കുട്ടികളെ ഇറക്കും. മറുപടി പറഞ്ഞാൽ അവിടെ കുറേ ക്ലാരിറ്റി കിട്ടില്ലേ? തീർച്ചയായിട്ടും എന്റെ പേരിലല്ല ആ വീട്. ഈ വീട് എന്റെ പേരിലേ അല്ല. ഞാൻ ഈ കുട്ടികളുടെ അമ്മയാണ്. അപ്പൊ എനിക്കിവിടെ അല്ലേ താമസിച്ചേ പറ്റൂ. സുധിച്ചേണ്ട വൈഫാണ് ഞാൻ. ഈ കുട്ടികളുടെ അമ്മയാണ്. ഈ കുട്ടികളുടെ 2 പേരുടെ പേരിലാണ് വീട്. എന്റെ പേരിലല്ല വീട്, സ്ഥലം ഒന്നും. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. എന്നിട്ടും കമന്റ് വരും, ഇവക്ക് വീട് കിട്ടി, ഇവളാ മൂത്ത മോനെ അടിച്ചിറക്കും, ഇളയ മോനെ അടിച്ചിറക്കും, ഇങ്ങനെയൊക്കെയാണ് കമന്റ് വരുന്നത്. എൻ്റെ അല്ല വീട്, കുട്ടികളുടെ വീടാണ്. കുട്ടികളുടെ പേരിൽ സുധിച്ചേണ്ട കുട്ടികളുടെ പേരിലാണ് അവർ വീട് കൊടുത്തേക്കുന്നത്, സ്ഥലം. അത് നമ്മുടെ സന്തോഷമേ ഉള്ളൂ. ഹാപ്പിയാണ് നമ്മളെന്നും. ഞാൻ എന്നും ഹാപ്പിയാണ്. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ കേൾക്കുന്നതിന് കുറെ വീട് എത്രയും കുറച്ചുകൂടി ബോൾഡായി കുറച്ചുകൂടി കൂളായി ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഈ നോക്കി കാണുന്നത് കുറെയൊക്കെ മാറി. മുമ്പ് കണ്ടിരുന്ന മാറി എന്നുള്ളത്. ശരിക്കും ഈ മാറ്റത്തിന് എന്താണ് പ്രശ്നം? ഈ നെഗറ്റീവ് തന്നെയാണ്. നമ്മളെ നെഗറ്റീവ് ഇങ്ങനെ കുത്തുമ്പോഴാണ് നമുക്ക് ഭയങ്കര, അത് ഞാൻ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, നെഗറ്റീവ് വരുമ്പോ നമുക്ക് ഭയങ്കര ശക്തി കിട്ടുമെന്ന്. അത് തന്നെയാണ്. ഇനി എന്നാ പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പം. ഇനി നമ്മൾ കരിങ്കല്ലിന് കാറ്റടിക്കുന്ന അവസ്ഥയിലും അതെ, കരിങ്കല്ല എന്ത് വന്നാലും ഒരു വിഷയമില്ല. എന്ത് എന്തൊക്കെയാ വരുന്ന തെറിയാ വിളിക്കുന്ന പച്ച. ശരിക്കും മുമ്പ് എങ്ങനെയായിരുന്നു? അതോ സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് അങ്ങനെ മാറിയതാണോ? കരിങ്കല്ലായി മാറിയതാണോ? സുധിച്ചേട്ടൻ പോയിട്ട് 1 വർഷമായി. ഞാൻ ഇന്നൊരു കമന്റ് എങ്ങാണ്ട് എനിക്ക് ഫേസ്ബുക്കില് പച്ചക്ക് തെറി വിളിച്ചേക്കോ എന്റെ കമന്റ് ബോക്സ്. ഞാൻ കണ്ടിട്ടില്ല, ആരോ എനിക്ക് അയച്ചു പച്ചക്ക് തെറി. ആ തെറിഞ്ഞ എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല അത് ആരായെന്ന് എനിക്കറിയത്തില്ല. ഞാനത് ഞാനിപ്പോ എനിക്ക് അയച്ചു തന്ന ആളോട് ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും അയച്ചു. അദ്ദേഹത്തിന് ആ എഴുതിയേക്കുന്ന ആളുടെ, എന്നെ തെറി വിളിച്ച ആളുടെ വീട്ടിലെ സംസ്കാരമായിരിക്കും അദ്ദേഹം കാണിച്ചത്. അതിപ്പോ എന്റെ ദേഹത്തേക്കുന്നില്ല എന്നെ തെറി വിളിച്ചാൽ. ഇപ്പൊ മുന്നിൽ വന്ന ഒരാളെ തെറി വിളിച്ചാൽ എന്റെ ദേഹത്തേക്കുന്നില്ല. അപ്പൊ ഞാനത് മൈൻഡ് ചെയ്യാതിരുന്നാ പോരെ, എന്തിനാ വെറുതെ മൈൻഡ് ചെയ്യുന്നത്? ശരിക്കും അങ്ങനെ കേട്ട് എപ്പോഴെങ്കിലും ഇപ്പൊ നമ്മള് പരിചയമില്ലാത്ത അഭിജിതരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു? ഇപ്പൊ ഇവിടെ ആണെങ്കിലും സുചിയുടെ പാരന്റ്സ് ആണെങ്കിലും ഇതിന്റെ തരത്തില് അങ്ങനെ ഒരു മാറ്റം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. രേണുവിന്റെ സന്തോഷം രേണു കണ്ടെത്തുക, ഹാപ്പി ആയിട്ടിരിക്കുക, അതല്ലേ നല്ലത്. നമ്മളെ ഒരു ഇങ്ങനെ മൂടിയായിട്ടിരുന്ന അയ്യോ സുചേട്ടൻ പോയ ഞാൻ കരഞ്ഞോണ്ടിരിക്കുക 24 മണിക്കൂർ റീലൊന്നും ചെയ്യുന്നില്ല. ഇവരൊക്കെ പറയുന്നത് ചെയ്യാം. ആരെങ്കിലും കൊണ്ട് സുചേട്ടനെ കൊണ്ട് തിരിച്ചു തരുമോ? എന്നാ ഞാൻ ഇരിക്കാം.
ഞാൻ റീലും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ വെള്ളസാരി ഉടുത്ത് ഒരു മുറിക്കകത്ത് ഞാൻ കരഞ്ഞിരിക്കാം. ഞാൻ ചിരിക്കത്തേ ഇല്ല. സുധിച്ചേട്ടനെ കൊണ്ടുതരാം ഇവർക്ക് ആർക്കെങ്കിലും എന്നാ ഓക്കെ. ഒരു പക്ഷേ സുചേട്ടനുള്ള സ്നേഹം ഒരുപാട് ഇഷ്ടം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ പറയുന്നത്, ആ വാക്കുകളിലെ പ്രകടിപ്പിക്കുന്ന രീതി മാറ്റണ്ടായിരിക്കാം. എങ്ങനെ ഇത്രയും സ്ട്രോങ് ആകാൻ പറ്റുന്നത്? എന്താ ഇത്രയും സ്ട്രെങ്ത്തിനുള്ള റീസൺ എന്താ ശരിക്കും? സുധിച്ചേട്ടൻ തന്നെയായിരിക്കും. സുധിച്ചേട്ടന് ഭയങ്കര, എന്നെ നേരത്തെ തൊട്ടേ ഭയങ്കരമായിട്ട് പുള്ളി. അന്നൊക്കെ കൊറോണ സമയത്ത് സുധിച്ചേട്ടന് കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും അങ്ങനെ കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ പ്രോബ്ലം ഒക്കെ ഉണ്ടായ സമയത്ത് എന്റെ ആവട്ടെ നമ്മൾ ജീവിക്കും, ഇതൊന്നും നമ്മളെ ഏക്കത്തില്ല. അന്ന് തൊട്ടേ പുള്ളി ധൈര്യം തരും, ഞാൻ തിരിച്ചു ധൈര്യം കൊടുക്കും. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാൽ ഏട്ടൻ മരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ യൂട്യൂബിലൊക്കെ. പക്ഷെ പലപ്പോഴും സുചേട്ടൻ അത്തരം വിവാദങ്ങളിൽ പെടാത്ത ഒരാളായിരുന്നു. ആ സമയത്ത് തന്നെ പോലും ഒരുപാട് അങ്ങനെ പെട്ടിട്ടില്ല. പക്ഷെ സാമ്പത്തികമായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോ അങ്ങനെ കുറച്ചു പേര് ചെറിയ. പക്ഷെ ഈ മരണശേഷം ഉണ്ടാവുന്ന വിവാദങ്ങൾ അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് സുധിച്ചേട്ടൻ എനിക്ക് കരുത്ത് തന്നു. ഞാൻ ഒറ്റയ്ക്ക് അത് മുന്നോട്ട് പോകുന്നു. അതാണ് ഒരു ശക്തി. സുധിച്ചേട്ടൻ തന്നെയാണ് ശക്തി. പ്രതികരിക്കാതിരിക്കുക, അതിന്റെ ഒപ്പം തന്നെ വകവയ്ക്കാതിരിക്കുക എന്നുള്ളത് കൂടിയാണോ അതിപ്പോ നമ്മളത് ശ്രദ്ധിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമവും ടെൻഷനും മാത്രമേ ഉള്ളൂ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. അത് പറയുന്നവര് പറയട്ടെ. ഒരാൾ വന്ന് എന്നെ അടിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് വേദനിക്കും. അന്നേരം നമ്മൾ പ്രതികരിച്ചാ പോരെ. എന്തിനാ ഇതിനൊക്കെ പ്രതികരിക്കും? അധികം നേരെ തിരിച്ചു ശാരീരികമായിട്ടുള്ള വേദന പെട്ടെന്ന് മാനസികമായിട്ടുള്ള നമുക്ക് മാറാൻ പറ്റാതെ ഉണ്ട്. പക്ഷെ രൺജിത്തിന്റെ നേരെ തിരിച്ചാണ്. ഈ മാനസിക വേദന പ്രശ്നമില്ല, ശാരീരികമായിട്ട് അനുഭവിച്ചാ പോരെ. നമ്മൾ എന്തിനാ ഉള്ളില് നമ്മൾ തീരുമോ അത് അതോടുകൂടി തീരും. നമ്മളെ നേരെ അടിച്ചാൽ നമുക്ക് ഞാൻ നേരെ തിരിച്ചാണ്. അതങ്ങനെ ആയിപ്പോയതാ. എനിക്കറിയില്ല എന്താ ഇങ്ങനെ ആയെന്ന്. ഈ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കണത് എപ്പോഴും അമ്മോടെ എപ്പോഴെങ്കിലും കിച്ചടം പറയാറുണ്ടോ? എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഒപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് കിച്ചു എന്താ പറയാറ് കൂടുതൽ അമ്മോട്? ഞാൻ ഇങ്ങനെ പറയണ്ട, ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അതെപ്പോഴും പറയാറുണ്ട്. അമ്മ എന്തിനാ ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം. പിന്നെ എന്തിനാ അമ്മ ഇത് മൈൻഡ് ചെയ്യുന്നത്? എന്നോട് ഇതൊന്നും പറയില്ലെന്ന് പറയും. അതെ ആണ്. എപ്പോഴെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ഇപ്പൊ എന്തായാലും അമ്മയ്ക്ക് കൂട്ടായിട്ട് അനിയന് കൂട്ടായിട്ട് കിച്ചുണ്ടെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ഒരു ജീവിതത്തെ പറ്റി സംസാരിക്കാം അമ്മയുടെ അടുത്ത്? ഒരു ജീവിതം വേണമെന്നുള്ള രീതിയിലേക്ക് എപ്പോഴെങ്കിലും അമ്മയുടെ അടുത്ത് സംസാരിക്കോ കിച്ചു? എന്തോ മനസ്സിലായി. ഒരു വിവാഹം പുതിയത് ഇല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ അമ്മയുടെ ഇഷ്ടം. അമ്മ എന്താന്ന് വെച്ചാൽ അമ്മയുടെ ഇതുപോലെ അമ്മയുടെ ഇഷ്ടമെന്നാണ് അവൻ പറയുന്നത്. കഴിഞ്ഞ ഇടയ്ക്കും പറഞ്ഞ എങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിച്ചിങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പം അമ്മയുടെ ഇഷ്ടമായിട്ടോ, നമ്മളതിനകത്തൊന്നുമില്ല. ഞാനൊന്നും പറയുന്നില്ല അമ്മയുടെ ഇഷ്ടം. ചുമ്മാ ഇങ്ങനെ ഞങ്ങൾ തമാശ രീതി എന്തോ പറഞ്ഞു വന്നപ്പോ സംസാരിച്ചതാ. ഈ വേദികളിലും അല്ലെങ്കിൽ തിരശ്ശീലകളൊക്കെ ഇത്ര ഇഷ്ടപ്പെടുത്തിയ സുചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ശരിക്കും വേഷം? സിനിമയിലാണെങ്കിലും വേദിയിലാണെങ്കിലും എന്ത് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയുള്ളത്? ജഗദീഷ് ചേട്ടൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ സുചേട്ടനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഭയങ്കര ഇഷ്ടമായി ജഗദീഷ് ചേട്ടനെ. പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു കേട്ടോ സിനിമയൊക്കെ. ഭയങ്കര ഇഷ്ടമായി. കാരണം ജഗദീഷ് ചേട്ടന്റെ മറ്റേ കുടുംബ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. മറ്റേ ഭാര്യയൊക്കെ സിനിമ, അങ്ങനത്തെ ഒക്കെ സിനിമകളൊക്കെ ഇല്ലേ കുറെ ഉണ്ടല്ലോ. അപ്പൊ അത് കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ സുധിച്ചേട്ടൻ ഇങ്ങനെ ജഗദീഷ് ചേട്ടനെ അനുകരിക്കുന്നത് അത് ഫിഗർ പല്ലില് വരെ ഭയങ്കരമായിട്ട് സിമിലാരിറ്റി കൊണ്ടുവരാറുണ്ട്. ശരിക്കും ജഗദീഷ് ചേട്ടൻ എനിക്കൊന്ന് കുറെ കൂടി ജ്ഞാനീകരണത്തിൽ എപ്പോഴും സുധിച്ചേട്ടൻ തന്നെയാണ് കൂടുതലും അല്ലെങ്കിൽ ഇഷ്ടത്തോടെ നോക്കി കണ്ടിട്ടുള്ളത്. സുധിച്ചേട്ടൻ ചെയ്ത വേഷങ്ങൾ ഏതാ ഏറ്റവും സിനിമയിൽ ചെയ്തത്? പെട്ടെന്ന് എനിക്ക് മറ്റേ കട്ടപ്പനയിലെ വേഷം നമ്മൾ ഇപ്പോഴും ആവർത്തിച്ച് കറക്റ്റ് കള്ളല്ലേ. എന്നിട്ട് ആ ചിരി 3 ഫ്രാക്ഷൻ സെക്കൻഡ് മാറി ആ ഭാവം മാറി പോകുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര സംഭവ സീനാണത്. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത് ഇവരെ കാണുന്നത്. അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. ആ സമയത്താണ് അത് കഴിഞ്ഞിട്ട് ആണല്ലേ. ഫുക്രി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത് ജേട്ടന്റെ കൂടെ. അത് റിലീസായ സമയത്താണ് ഞാൻ ഇവരെ കാണുന്നത്. ഇവരെ രണ്ടുപേരെ കാണുന്നത്, മോനെയും അച്ഛനും ഒരുമിച്ച് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു കിച്ചന്റെ കാര്യത്തിൽ കുറവുകൂടിയും റിത്തറിന്റെ കാര്യത്തിൽ എന്തായിരുന്നു ശരിക്കും സുചേട്ടന്റെ ഇഷ്ടം? എന്താവാനായിരുന്നു താല്പര്യം? പറയുമായിരുന്നു അങ്ങനെ? കിച്ചുവിന്റെ കാര്യത്തിൽ കിച്ചു ഇഷ്ടം ആനിമേഷനാണ്. അത് സുചേട്ടൻ അറിയാം. അപ്പൊ ആനിമേഷൻ VFX മേഖലയൊക്കെ ഇഷ്ടമായോണ്ട് അവന്റെ ഇത്. അപ്പം ഇവൻ കുഞ്ഞായോണ്ട് ഇവനോട് സുചേട്ടൻ എപ്പോഴും പറയുന്നത് പൈലറ്റ് ആവണം. അത് സുചേട്ടൻ പറഞ്ഞാണ്. സുചേട്ടൻ അത്തരത്തിൽ എന്തെങ്കിലും ഇപ്പൊ കലാകാരനാണെങ്കിലും ഒപ്പം ഏതെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അല്ലെങ്കിൽ അത് നിറവേറ്റെടുത്തു? വീടെന്ന സ്വപ്നമല്ല പറഞ്ഞു വെക്കുന്നത്, അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു മേഖല ചെയ്തിരുന്നു മുമ്പ്? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പാട്ട് പാടുമായിരുന്നു. സിംഗർ ആണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മള് അതിന്റെ പുറകെ ആയിരുന്നു ആദ്യം. പിന്നെ അത് വേറെ ഏതെങ്കിലും രീതിയിലേക്കാണ് ജോലി ചെയ്തിരുന്നത്? അല്ല പാട്ടല്ലാതെ ഒപ്പം തന്നെ കലാജീവിതം അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ
എനിക്ക് 7 വർഷത്തെ പരിചയമല്ലേ ഉള്ളൂ. എനിക്കതുകൊണ്ട് എന്തോ ക്ലർക്കൊക്കെ എന്തോ ഉണ്ടായിരുന്നു, കോടതിയിൽ എങ്ങാണ്ട് എന്തോ ജോലി ഉണ്ടായിരുന്നു ഞാൻ സൂചേട്ടൻ പറഞ്ഞുള്ള അറിവട്ടെ. കാരണം അതും കിച്ചു ഉണ്ടായ അതിന് മുന്നേ ആണെന്ന് തോന്നല്ലേ. അപ്പം എനിക്ക് 7 വർഷത്തെ പരിചയമുള്ളൂ സൂചേട്ടൻ. അപ്പൊ അതിന് മുന്നേ എന്തോ കോടതിയിലാ ജോലി. എന്തുവാന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു കുറെ കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു അച്ഛനായിരുന്ന, എങ്ങനെ കാര്യങ്ങൾ എപ്പോഴും നടക്കുന്ന ഒരു സുഹൃത്തിനെ പോലെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞിട്ടിരുന്നു. അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ തുടങ്ങി വെച്ചതും അതുകൊണ്ട് തന്നെയായിരുന്നു. സ്റ്റേജിൽ അത്രയും കുഞ്ഞായിരുന്ന സമയത്ത് വരെ ഒപ്പം സഹപ്രവർത്തകന്റെ ഒപ്പം കൈമാറി. ഇത് എപ്പോഴെങ്കിലും വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഈ അച്ഛൻ പറഞ്ഞ സംഭവം വേറെ ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് സ്റ്റേജിൽ പോയിട്ട് പെർഫോം ചെയ്തിരുന്നേ? അവിടെ സിസിക്കനൊക്കെ കാണുമ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഓർമ്മയുണ്ടോ? ആദ്യമൊക്കെ കാണുന്ന സമയത്തില്ലേ, കുറെ ആൾക്ക് ശേഷം കാണുമ്പോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കുറെ. ആ സമയത്ത് നിന്നുള്ള രീതിയിലേക്ക് പണ്ട്. തീർച്ചയായിട്ടും ഇനി എന്താ ഒരു സുധിച്ചേട്ടന് വേണ്ടി ചെയ്യണം? ഇപ്പൊ വീടെന്നൊരു സാക്ഷാത്കാരം ഉണ്ടായി, സുധില എന്നുള്ളൊരു പേര് വന്നു. ഒരു പക്ഷെ ഇപ്പൊ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പേരായിരിക്കില്ല ഉണ്ടാവുക അല്ലെ? അത്തരത്തിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു പേരുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സുധിച്ചേട്ടന്റെ ഒരു വീടുണ്ടായിരുന്നു പണ്ട്. ഇതൊക്കെ പോയതാന്ന് പറഞ്ഞു കുഞ്ഞിലേ കണ്ട്. സുധി നിവാസം അങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. അത് എന്നോട് പറയുമായിരുന്നു, ഇങ്ങനെ ഒരു വീട് പണ്ടുണ്ടായിരുന്നു, അതൊക്കെ വിറ്റുപോയി എന്ന് പറയുന്നത്. സുധി നിവാസം എന്നങ്ങാണ്ട് പണ്ട്. ഈ കലാകാരനായിട്ടിരിക്കുന്നതിന്റെ രണ്ട് പല വശങ്ങളുണ്ട്. ഇത്രത്തോളം ഇഷ്ടവും ആരാധനയും കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ പ്രത്യേകിച്ച് സ്ട്രഗിൾ ഉണ്ട്. സുധിച്ചേട്ടൻ അങ്ങനെ പങ്കുവെച്ചൊരു ഏറ്റവും വലിയൊരു വേദന എന്തായിരുന്നു? എന്നോടോ? പഴയ കാര്യങ്ങളൊക്കെ കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. സുധിച്ചേട്ടൻ വായന കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു വീട് മാട്ടപ്പരിപാടി. അന്നൊക്കെ ചെറിയ ചെറിയ പരിപാടി അതായിരിക്കണം. അന്നൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അല്ലാതെ ഡീറ്റെയിൽ പുള്ളിയുടെ വിഷമങ്ങളൊന്നും എന്നെ അങ്ങനെ അറിയിക്കത്തില്ല. ഈ 7 വർഷം അല്ലെങ്കിൽ 5 വർഷത്തെ ഒരു ഇതേ ഉള്ളൂ. 5 കറക്റ്റ് വന്ന് 7 വർഷം. ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചിട്ട് 6 വർഷം. അപ്പൊ ആ സമയത്ത് പുള്ളി ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും സന്തോഷമാണ് പുള്ളി. എന്തായാലും ഡ്രാമയിലൂടെ തുടങ്ങി വെച്ചു, സിനിമയിലൂടെ തുടങ്ങി വെച്ചു. സുധിച്ചേട്ടൻ അറിയപ്പെട്ട നല്ല കുറെ വേഷങ്ങൾ വെച്ച് നല്ലൊരു കലാകാരി ആവട്ടെ എന്നുകൂടി ചേച്ചിയൂടെ. അങ്ങനെ എന്തായാലും ഇതുപോലെ തന്നെ കുറെ കൂടി കരുത്തായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോട്ടെ. കിച്ചുവിനും തപ്പിനൊപ്പം സുധിച്ചേട്ടൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ഇങ്ങനെ കുറെ കാലം സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.